ചാർജറുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചില വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫോണുകൾക്ക് അനുയോജ്യമായ ചാർജറുകൾ എങ്ങനെ നോക്കി വാങ്ങുക എന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. അനുയോജ്യമായ ചാർജർ അല്ല ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫോണുകൾക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൊബൈൽ ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവുക, അതുപോലെ ബാറ്ററിക്ക് ബാക്കപ്പ് നഷ്ടമാവുക, ഫോണിന്റെ ലൈഫിനെ ബാധിക്കുക, അങ്ങനെ പല വിഷയങ്ങളും ലോക്കൽ ചാർജറുകൾ അല്ലെങ്കിൽ അതാത് മൊബൈൽ ഫോണിന് യോജിച്ച ചാർജറുകൾ ഉപയോഗിക്കാതിരുന്നാൽ വരുന്ന കുഴപ്പങ്ങളാണ്. ഓരോ കമ്പനികൾക്കും അവരുടേതായിട്ടുള്ള ചാർജിങ് ടെക്നോളജികളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓപ്പോയുടെ വൂക്ക് പോലെ, വിവോന്റെ ഫ്ലാഷ് ചാർജിങ് പോലെ, MIന്റെ ഹൈപ്പർ ചാർജ് പോലെ. പക്ഷേ സാംസങ്, അതുപോലെ ഗൂഗിളിന്റെ പിക്സല്, ഐഫോൺ മുതലായ കമ്പനികളൊക്കെ PD ചാർജർ അല്ലെങ്കിൽ PPS ചാർജറുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് പ്രോഗ്രാമബിൾ പവർ സപ്ലൈ ചാർജറുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മൊബൈൽ ഫോണിന്റെ മാക്സിമം ഇൻപുട്ട് പവർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചാർജറുകളാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് വാട്ട്സ് കണക്ക് നോക്കിയിട്ട് ഇപ്പൊ 18, 25, 45, 65 എന്നൊക്കെ പറയുന്നത് പോലെ. ഇനി ഒരാൾ വാട്ട്സ് കൂടിയ ചാർജർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഫോണിന് കുഴപ്പമൊന്നും വരൂല. ഫോണാണ് എത്ര വാട്ട്സ് ആണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇനി വാട്ട്സ് കുറഞ്ഞ ചാർജറാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചാർജിങ് സ്പീഡ് വളരെ സ്ലോ ആവുകയും ചാർജ് കയറാൻ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. അടുത്തത് കേബിൾ ആം റേറ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ വൂക്ക് ചാർജിങ് പോലുള്ള ഹൈ പവർ ചാർജറുകളിൽ ആംബിയർ ആണ് അധികം വരുന്നത്. അപ്പോൾ ആ ആംബിയറിന് സൂട്ട് ആവുന്ന തരത്തിലുള്ള കേബിളുകൾ ഉപയോഗിക്കൽ നിർബന്ധമാണ്. ചാർജർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ BIS സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാവണം നമ്മളൊരു ചാർജർ പർച്ചേസ് ചെയ്യേണ്ടത്.